ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കേരള PSCയുടെ ഒക്ടോബർ മാസത്തിലെ കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന VEO എക്സാം ഒക്ടോബർ മാസത്തിലാണ് നടക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ നടത്തുന്ന പരീക്ഷകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ VEO പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മാത്സിൻ്റെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബേസിക് അറിയാത്തവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ ബേസിക് തൊട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ബേസിക് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ PSCയുടെ മാത്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ടെലഗ്രാമിലൂടെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ടെലഗ്രാമിലൂടെ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 500 രൂപ മാത്രമായിരിക്കും. അതിൻ്റെ എക്സാം ഡേറ്റ് വരെ 500 രൂപയ്ക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഒക്ടോബർ മാസത്തിൽ നടത്തുന്ന PSC പരീക്ഷകളെ കുറിച്ച് നോക്കാം. 3/10/2019 നടത്തുന്ന ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് NCA നോട്ടിഫിക്കേഷൻ 645/2017 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ എക്സാമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ 3/10 ഒരുപാട് എക്സാം നടക്കുന്നുണ്ട്. ഫോറസ്റ്റ് റേഞ്ചർ ഫോറസ്റ്റ് ഓഫീസർ NCA നോട്ടിഫിക്കേഷൻ 012/2018 എന്ന് പറയുന്ന എക്സാം എന്നാണ് നടക്കുന്നത്. അതുപോലെ തന്നെ 3/10/2019 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പെരിയോഡോണ്ടിക്സ് 149/2018 എന്ന് പറയുന്ന തസ്തികയുടെ എക്സാമും 3/10/2019 നടക്കുന്നത്. അതുപോലെ തന്നെ 3/10/2019 ലേബർ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന 172/2017 എക്സാം അന്ന് നടക്കുന്നതിൽ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/7/2019 മുതൽ 11/8/2019 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. ഈ ഒരു ഒക്ടോബർ മാസം നടത്തുന്ന എല്ലാ എക്സാമിനും നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/7/2019 മുതൽ 11/8/2019 വരെയാണ്. അപ്പോൾ അത് കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 3/10 നടക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ 163/2018 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ 4/10/2019 നടക്കുന്നത് സിസ്റ്റം അനലിസ്റ്റ് 538/2017 എക്സാം നടക്കുന്നുണ്ട്. പിന്നെ 4/10/2019 പ്രോഗ്രാമർ 292/2018 എക്സാമും അതുപോലെ 4/10/2019 സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 295/2018 എക്സാമും. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കലണ്ടറും നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സിസ്റ്റം അനലിസ്റ്റ് 064/2019 എക്സാം 4/10/2019 നടക്കുന്നത്. പിന്നെ ലോ അഡീഷണൽ ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം ലോയിൽ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രിലിമിനറി എക്സാം നടക്കുന്നത് 116/2017 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ 5/10/2019 അതിൻ്റെ എക്സാം നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 5/10 ലോ അഡീഷണൽ ക്ലർക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത് 117/2017 പാലക്കാട് ജില്ലയിലെ എക്സാം നടക്കുന്നുണ്ട്. പിന്നെ ലോ അഡീഷണൽ ക്ലർക്ക് പാലക്കാട് ധീവര എന്ന് പറയുന്ന NCA നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് 48/2019. ആ ഒരു എക്സാം നടക്കുന്നത് 5/10/2019 പിന്നെ ഫാർമിസ്റ്റ് 89/2018 ഹോമിയോ വരുന്നത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, വയനാട് എന്ന് പറയുന്ന ജില്ലകളിലെ എക്സാം 11/10/2019 നടക്കുന്നത്. പിന്നെ ഫാർമിസ്റ്റ് ഗ്രേഡ് 2 111/2018 മുതൽ 112/2018, 113/2018, 114/2018, അതുപോലെ തന്നെ 115/2018, 116/2018, 117/2018, 118/2018, 119/2018, 120/2018 നടക്കുന്നത് 11/10/2019. അതുപോലെ 192/2018, 193/2018 ഫാർമിസ്റ്റ് 194/2018, 195/2018 എല്ലാം നടക്കുന്നതും 11/10 അതുപോലെ 230/2018, 231/2018 ഫാർമിസ്റ്റിൻ്റെ കാറ്റഗറി നമ്പറാണ് ഈ പറയുന്നത്. ഒക്കെ നടക്കുന്നത് 11/10. ഫാർമിസ്റ്റിൻ്റെ അപേക്ഷിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നോക്കാം. കലണ്ടറിൻ്റെ താഴെ കോപ്പി കൊടുക്കുന്നുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഫാർമിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോ 47/2019 11/10/2019 നടക്കുന്നത്. പിന്നെ എല്ലാവരും കാത്തിരുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 എക്സാം തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നടക്കുന്നത് 276/2018 കാറ്റഗറി നമ്പറുള്ളത് 12/10/2019. അപ്പോൾ അതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ജനറൽ
നോളേജ്, കറണ്ട് അഫെയർ, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, മലയാളവും ഉൾപ്പെട്ട് 4 പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ടായ സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടത് മറക്കാതിരിക്കുക. 23/7/2019 മുതൽ 11/8/2019 വരെ ആയിരിക്കും ഇതിലേക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ്. പിന്നെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ 00/5/2018 15/10/2019 എക്സാം നടക്കുന്നത്. 19/10/2019 അസിസ്റ്റൻറ്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന തസ്തികയിലേക്ക് 4/2019 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഇതിലേക്ക് യോഗ്യതയില്ലാത്ത ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്കൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് മാർക്ക് വേണം. അപ്പോൾ അതിൻ്റെ ഇല്ലാത്ത ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് ഞാൻ നാളെ രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് വിദ്യാഭ്യാസപരമായും അതുപോലെ ജോബ് പരമായിട്ടും കേരള PSCയുടെയും മറ്റുള്ള എല്ലാ ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും എന്തെങ്കിലും ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നാളത്തെ ഇതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോ ഡിവിഷണൽ ക്ലർക്ക് 459/2016 കന്നഡ, മലയാളം, നോയും വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രിലിമിനറി എക്സാം നടക്കുന്നത് 22/10/2019 പിന്നെ ലോ ഡിവിഷണൽ ക്ലർക്ക് 460/2016 22/10/2019 നടക്കുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ടൂൾ ആൻഡ് ഡേ മേക്കർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് നടക്കുന്നത് 571/2017 25/10/2019 ഈ ഒരു എക്സാം നടക്കുന്നത്. പിന്നെ 26/10/2019 രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നടക്കുന്നത് 26/10/2019 ശനിയാഴ്ചയാണ്. അപ്പോൾ അതിനും കൺഫർമേഷൻ കൊടുക്കേണ്ടത് 23/7/2019 മുതൽ 11/8/2019 വരെയാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് അറിയാത്ത ആളുകളുണ്ടാവും. ഇനി വരുന്നത് ചിലപ്പോൾ നവംബറിലായിരിക്കും. ഒരു സെക്ഷനും കൂടി ഉണ്ട്. 3 പാർട്ടായിരിക്കും നടക്കുക. അപ്പോൾ ഒരു ഭാഗം കൂടി നടക്കുന്നത് എന്നായിരിക്കും നവംബർ മാസത്തിലായിരിക്കും നടക്കാൻ സാധ്യത. ഒക്ടോബറിലില്ല. അപ്പോൾ ഇത്രയും എക്സാമുകൾ നടക്കും. കുറച്ച് സ്പീഡായി പോയി. കാരണം താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാവുന്നതാണ്. 18/2019 വരെ സ്ഥിരീകരണം രേഖപ്പെടുത്താത്തവർക്ക് ഈ കലണ്ടറിലെ പരീക്ഷകൾ എഴുതുന്നതിന് അവസരം ലഭിക്കുന്നതല്ല. കൂടാതെ അവരുടെ അപേക്ഷകൾ നിരസിക്കുന്നതാണ്. നിങ്ങൾ മാക്സിമം ഈ ഡേറ്റിന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.